ഹായ് ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു യാത്രയിലാട്ടോ. ഞാനുണ്ട്, ശ്യാമുണ്ട്, ഇത് നമ്മുടെ ഷമീർക്കയുടെ ഫാമിലി, ഇതെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്. ശ്യാമിനെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പം നമ്മൾ ഇന്നൊരു കല്യാണത്തിന് പോവാണ്. അതുകൊണ്ട് ഫ്രണ്ടായ അക്ഷയുടെ കല്യാണത്തിന് പോവാട്ടോ. അതുകൊണ്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഈ ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പാണ് തട്ടകം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അതിൽ ഒത്തിരി കലാകാരന്മാരുണ്ട്. ഇവരങ്ങനെ പല പല സ്ഥലത്തു നിന്നും വന്ന കുറേ കലാകാരന്മാർ ചേർന്നൊരു ഗ്രൂപ്പായിരുന്നു തട്ടകം. അപ്പോൾ അങ്ങനെ എല്ലാവരും സംസാരിച്ച് ഫ്രണ്ട്സായി. പിന്നെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സായി. അങ്ങനെ ഒരു ഫ്രണ്ടായ ആളാണ് അക്ഷയ്. അപ്പോൾ അക്ഷയുടെ കല്യാണത്തിന് പോവാണ്. ഒരുപാട് പേര് വരാനുണ്ട്. ഒത്തിരി പേര് പല പല സ്ഥലത്തു നിന്ന് വരാറുണ്ട്. ഞങ്ങളെല്ലാവരും ട്രിവാൻഡ്രത്തായതുകൊണ്ട് ഞാനും ഷമീർക്കയും ശ്യാമെല്ലാം ട്രിവാൻഡ്രത്തായതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പോകാമെന്ന് പ്ലാൻ ചെയ്തു. പോകുന്ന വഴി ഇതുപോലെ ഒരു വലിയൊരു കായൽ കണ്ടപ്പോൾ ഞങ്ങളവിടെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്തു. കാണാൻ ഭംഗിയുള്ളതുകൊണ്ട് പിള്ളേരെ ഒന്ന് കാണിക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇതിനകത്ത് കല്ലൊക്കെ പെറുക്കി അജു പുഴയിലോട്ട് എറിയും കേട്ടോ. ഞങ്ങളിപ്പോൾ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് പോകുന്നത്. അവിടെ അക്ഷയുടെ വീട്ടിൽ വൈകിട്ട് എന്തൊക്കെയോ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്നൊക്കെ അറ്റൻഡ് ചെയ്യാം, അതൊക്കെ ഒന്ന് കാണാം. ഒത്തിരി കാലമായി ഞാനൊക്കെ ഒരു കല്യാണമൊക്കെ ഒന്ന് കൂടിയിട്ട്. കല്യാണത്തിന് പോവും, ആ ദിവസം പോവും, കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് വരുന്നല്ലാതെ ഇങ്ങനെയുള്ള ചടങ്ങുകളൊന്നും ഞാനിങ്ങനെ കുറേ ആയി കണ്ടിട്ട്. നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഒന്നും അങ്ങനെ ഞാനിപ്പോൾ അടുത്തായിട്ട് അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതും കാണാം. പിന്നെ നമ്മൾ പോകുന്നത് കോഴിക്കോട്ടേക്കല്ലേ, അപ്പോൾ കോഴിക്കോടൊക്കെ ഒന്ന് അടിച്ച് പൊളിച്ച് കണ്ടുവരാമെന്നൊക്കെ വിചാരിച്ചു. ഞാനിത് രണ്ടാമത്തെ തവണയാണ് കോഴിക്കോട് പോകുന്നത്. പക്ഷേ ആദ്യത്തെ പ്രാവശ്യം പോയപ്പം ഒരു ഷൂട്ടിൻ്റെ ആവശ്യത്തിന് പോയത്. അതുകൊണ്ട് എനിക്ക് അന്നും നന്നായിട്ട് കാണാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ പോകുമ്പോൾ എല്ലാം ഒന്ന് കണ്ട് എല്ലാവിടെ ഒന്ന് പോയി നമ്മളൊന്ന് എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അജുവിൻ്റെ അച്ഛനും കൂടെ വഴക്കുണ്ടാക്കുക കേട്ടോ. വേറെ ഒന്നിനുമല്ല, അജു ഈ കിടന്ന കല്ലൊക്കെ എറിഞ്ഞ് അവൻ്റെ കയ്യിൽ മുഴുവൻ ചെളിയായി. അപ്പോൾ അജു ഞങ്ങളുടെ ദേഹത്തൊക്കെ വന്ന് തേക്കുക ചെളിയൊക്കെ. അപ്പോൾ അതിന് വഴക്ക് പറഞ്ഞപ്പോൾ അജുവിന് വിഷമമായിപ്പോയി. ഓക്കെ, അങ്ങനെ ഞങ്ങൾ പിന്നെയും ഞങ്ങളുടെ യാത്ര തുടർന്നു. ഞങ്ങൾ ആലുവ വരെ ട്രെയിനിന് വന്നിട്ട് അവിടെ നിന്ന് കാർ എടുത്തിട്ടാണ് വരണം കേട്ടോ. അപ്പോൾ ആലുവയിൽ നിന്ന് തന്നെ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. ഇനി കോഴിക്കോട് പോയിട്ട് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. കോഴിക്കോട് ഫുഡ് ഭയങ്കര സ്പെഷ്യലല്ലേ, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. അവിടുത്തെ വെറൈറ്റി ഫുഡൊന്നും ഇതുവരെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം എനിക്കതൊന്നും ചെയ്ത് നല്ലതായിരുന്നു എന്ന് തോന്നിയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ലഞ്ച് ആക്കാമെന്ന് വിചാരിച്ചു. ഹോട്ടൽ സാഗറിലാട്ടോ നമ്മൾ കയറിയത്. അവിടെ നല്ല നല്ല വെറൈറ്റി ഫുഡ് ഉണ്ടായിരുന്നു. പക്ഷേ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ ബിരിയാണി കഴിക്കാനാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. എനിക്ക് ഇങ്ങനെയാട്ടോ ഇഷ്ടം, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറയണേ. ഓക്കെ, അപ്പം നമ്മൾ ബിരിയാണിയാണ് കഴിക്കാൻ പോകുന്നത്. ഞാൻ ചിക്കൻ ബിരിയാണിയാണ്, എനിക്ക് ചിക്കൻ തന്നെയാണ് ബിരിയാണിയിലെ ഏറ്റവും ഫേവറേറ്റ്. അപ്പോൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ബാക്കി അനേട്ടനും ഷമീർക്കയും ഫിഷ് ബിരിയാണി കേട്ടോ പറഞ്ഞത്. അവരെന്നും ചിക്കൻ കഴിക്കുന്നുണ്ട്, വെറൈറ്റി ആയിട്ട് ഫിഷ് ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. ബിരിയാണിയൊക്കെ വന്നു. അജുവിന് ബിരിയാണിയോട് വലിയ താല്പര്യമില്ല, അവൻ ചപ്പാത്തിയൊക്കെ ആട്ടോ ഇഷ്ടം. അപ്പോൾ അവന് ഈ ട്രാവൽ ചെയ്യുമ്പോൾ പൊതുവേ ഫുഡ് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവന് ചപ്പാത്തി കൊടുത്തു. അവൻ്റെ ഫുഡൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ, ഇവരുടെ ഫുഡും വരുന്നേ ഉള്ളൂ. ഫിഷ് ബിരിയാണി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ചിക്കൻ ബിരിയാണിയാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. നമുക്കിവിടെ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ സെക്യൂരിറ്റി ആ പുറകെയിൽ എവിടെയോ കൊണ്ടുപോയാണ് പാർക്ക് ചെയ്തത്. അപ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ ശ്യാം എന്നെ എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ഷമീർക്ക് വേറെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. ഓക്കെ, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഉച്ച സമയം ആയതുകൊണ്ടേ നമുക്കിവിടെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പം പുള്ളിയാണ് പുറകെ കൊണ്ടുപോയി പാർക്ക് ചെയ്തത്. അതിപ്പോൾ വരും. ഇവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് അക്ഷയുടെ വീട്ടിലോട്ടാട്ടോ. അക്ഷയുടെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നമ്മൾ നേരെ അവൻ ഒരു ഹോട്ടൽ നമുക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ പോയി ഒന്ന് ഫ്രഷായി പിന്നെ വൈകിട്ട് നമ്മളൊന്നുകൂടെ തിരിച്ചു വരും ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാം അവിടെ എത്തിയെന്നാണ് പറഞ്ഞത്. അവരെയൊക്കെ ഒന്ന് കാണണം. ഞാൻ കണ്ടിട്ട് ഒത്തിരി ആയി, എൻ്റെ കല്യാണ സമയത്തെങ്ങാണ്ട് കണ്ടത് അവരൊക്കെ. പിന്നെ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് പേരെ കണ്ടില്ല. അക്ഷയനെ ഇടയ്ക്ക് ഒരു ദിവസം കണ്ടായിരുന്നു, പക്ഷെ സംസാരിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. നമ്മുടെ അനുവേണ്ട ഫ്രണ്ട്സ്. ഇത് അനുരാജ് ചേട്ടനാണ് കേട്ടോ, ട്രിവാൻഡ്രത്തുള്ള ഇതാണ്, പുള്ളിയുടെ വീട് ട്രിവാൻഡ്രത്താണ്. ഇതാണ് നമ്മുടെ കല്യാണ ചെറുക്കൻ അക്ഷയ് ഭയങ്കര ഹാപ്പിയായി നമ്മളെല്ലാവരെയും കണ്ടപ്പോൾ. അത് സാലി കേട്ടോ, ആ സെൻറ്ററിൽ നിൽക്കുന്നത്. പുള്ളിയും അവിടെ ഈ മലപ്പുറത്താണ് താമസിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അക്ഷയുടെ വീട്ടിലോട്ട് പോവുകയാണേ. ഇത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ, തൊട്ടപ്പുറത്തുള്ളൊരു വീട്ടിൽ. പിന്നെ ഇവരെയൊക്കെ കണ്ടിട്ട് ഒത്തിരി ദിവസമായി, അതുകൊണ്ടാട്ടോ എല്ലാവരെയും കണ്ടത്. എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് നമ്മളോട്. ഇവരെല്ലാം എൻ്റെ കല്യാണ റിസപ്ഷനാണ് കണ്ടത്. പിന്നെ ഞാനൊക്കെ കണ്ടില്ല, അനുവേടനിടയ്ക്ക് ഇവരെ കാണാറുണ്ട്. അക്ഷയ് ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മളെ കണ്ടതിൽ. അക്ഷയ് എപ്പോഴും ഒരു ഹാപ്പി ബോയ് ആട്ടോ. അവനെ എപ്പോൾ കാണുമ്പോഴും ഭയങ്കര സന്തോഷത്തിലായിരിക്കും അവൻ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, നമ്മളിനി അക്ഷയുടെ വീട്ടിലോട്ട് കയറി പോവാണ്. അമ്മയുണ്ട്, അക്ഷയ്ക്ക് ഒരു സിസ്റ്ററുണ്ട്, അച്ഛനുണ്ട്. ഇങ്ങനെ ഇവർ 4 പേരും കേട്ടോ.
ഇവർ കുറേ ദിവസത്തെ വിശേഷങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അക്ഷയ്ക്ക് നാണമൊക്കെ വരുന്നുണ്ട്. ഇത് അക്ഷയുടെ അമ്മയെ പരിചയപ്പെടുത്തുക കേട്ടോ. ഇനി കുറച്ച് അക്ഷയുടെ കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട്. കുറച്ച് പേരൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ. ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാവരും വരുമായിരിക്കും. നമ്മളിനി ഇവിടെ കയറി കുറച്ച് നേരം ഇരുന്ന് പിന്നെ ഹോട്ടലിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇത്രയും നേരം ട്രാവൽ ചെയ്ത് വന്നല്ലേ, അപ്പോൾ ഒന്ന് പോയി ഒന്ന് ഉറങ്ങി ഫ്രഷായി പിള്ളേരെയൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് വൈകിട്ടത്തെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ അക്ഷയുടെ റിലേറ്റീവ്സാണ്. റിലേറ്റീവ്സും ഉണ്ട്, തൊട്ടടുത്തുള്ള ചേച്ചിമാരെല്ലാവരും ഉണ്ട്. എല്ലാവരും നമ്മുടെ സീരിയൽ കാണുന്ന ആൾക്കാരാട്ടോ. ഭയങ്കര സ്നേഹമാണ് എല്ലാവർക്കും. എല്ലാവരും എന്നെ വന്ന് ഇങ്ങനെ എപ്പോഴും പറഞ്ഞു, ആ സീരിയലൊക്കെ കാണാറുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളെ സീരിയൽ അഭിനയിക്കുന്ന എല്ലാവരും ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. ഒരുപാട് പേരുടെ അന്വേഷണമൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് അക്ഷയുടെ വീട് പണിയെടുക്കുന്ന സമയം തൊട്ട് അക്ഷയ്ക്ക് പറയുമായിരുന്നു കേട്ടോ, അവൻ്റെ ഒരു വലിയ സ്വപ്നമാണ് ഈ വീട് പണി എന്നൊക്കെ. എന്തായാലും അതുപോലെ തന്നെ എല്ലാം സംഭവിച്ചു. അവൻ്റെ വീട് പണി നടന്നു, അക്ഷയുടെ കല്യാണമായി, അവൻ്റെ ലൈഫിൽ എന്തായാലും സന്തോഷങ്ങൾ മൊത്തം നിറഞ്ഞു നിൽക്കട്ടെ. ഓക്കെ, അപ്പം ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തുവാണ്. ഇത് അമ്മയ്ക്ക് എല്ലാവരെയും പരിചയപ്പെടുത്തും. അമ്മ കണ്ടിട്ടുണ്ടാവും കുറച്ച് പേരെയൊക്കെ. ഞാനൊക്കെ ഒരു പ്രാവശ്യം വീഡിയോ കോൾ ചെയ്യുന്ന സമയത്തൊക്കെ അമ്മയെ കണ്ടിട്ടുണ്ട്, പക്ഷേ നേരിട്ടൊക്കെ ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതാണ് വൈകിട്ടത്തെ ഫംഗ്ഷൻ കേട്ടോ. ഞങ്ങൾ പോയി റൂമിൽ പോയി ഫ്രഷായി വന്നു. ഇവരെല്ലാം സ്റ്റേജെല്ലാം സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പുറത്തൊക്കെ ഫുഡ് കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇതാണ് സ്റ്റേജ്. അക്ഷയ് റെഡി ആവുന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ അജു ഇവിടെ എവിടേക്കോ കിടന്ന് കളിക്കുന്നുണ്ട്. അടുത്ത നമ്മുടെ ഇജോ ചേട്ടൻ്റെ മിമിക്രി ആട്ടോ. നമ്മുടെ കോമഡി ഉത്സവത്തിലൊക്കെ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. നല്ലൊരു കലാകാരനാണ് കേട്ടോ. പുള്ളിയുടെ മിമിക്രി നമുക്കൊന്ന് കണ്ടു നോക്കാം. സംഗതി എല്ലാം പുറത്തു വരും. എന്തോ എങ്ങനെ പറയണ്ട. ഓക്കെ, അടുത്ത പറവൂർ ഭരതന്റെ ശബ്ദം എല്ലാവർക്കും അറിയാലല്ലോ. പറവൂർ ഭരതൻ പുള്ളിക്കാരൻ്റെ ശബ്ദം ഒന്ന് ശ്രമിക്കും. ഇത്രയും കാലം ഞാൻ വണ്ടി ഓടിച്ചിട്ടും അങ്ങനെ ഒരു പേരെ ഞാൻ അവിടെ കണ്ടതേ ഇല്ല. ഓമനക്കുട്ട എന്റെ പട്ടയത്ത് വിളിക്കുന്നവര് ചേക്കാൻ കൊടുക്കും. മനുഷ്യന്മാരെ കാട്ടിലും എന്തുകൊണ്ട് സ്നേഹമുള്ള മൃഗങ്ങളാണ് പട്ടികൾ. ഓക്കെ, അടുത്താരാ? ஓகே, ரஜினிகாந்திന്റെ വോയിസ് ഒന്ന് ചെയ്യാം. உன்னை உருவாக்குறோம் நான் தான், என்னால ஒன்னு அழிக்க முடியும் சொன்னீங்க, என் கையாலே சாக போறேன்பா. என்ன பாக்குற? இது நானே செஞ்ச கை துப்பாக்கி, ஹேண்ட்மேட். நல்லா இருக்கா? இந்த 1 2 3 எல்லாம் பாப்பா விளையாட்டு. I am the only one, super one. I am Chicky, the robot, reloaded, version 2.0. Thank you. അടുത്ത സജഷൻ വല്ലതും ഉണ്ടോ? ഇനി വരൂ. അവൻ ചെയ്യുന്ന അതുകൊണ്ടാ. വാ. ഓക്കെ, അടുത്ത് വേറെ ആരെങ്കിലും? ഓക്കെ, സലിംഗുമാന്റെ വോയിസ് ഒന്ന് ചെയ്യാം. ഓക്കെ, ഏതെന്താണെന്നറിയാമോ അബ്ദുള്ള? ഏതെന്താണെന്നറിയാമോ? ഷേഖ് അബ്ദുള്ള. അങ്ങനത്തെ ഫയൽ ഈ അബ്ദുള്ളയുടെ ഏതെങ്കയാണ് ഞാൻ. അങ്ങനത്തെ ഫയൽ എല്ലാം ഇടത്തോട്ടാണല്ലോ. മാത്രമല്ല അവര് വലത് ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ്. മമ്മൂട്ടിയൊക്കെ ഈ തണുപ്പത്ത് ഭയങ്കര പാടാ. നെടുപടി വേണം. ഒരാള് പറയുന്നു ഗുപ്തനെ കണ്ടുപിടിച്ചു തരാമെന്ന്, വേറൊരാള് പറയുന്നു ഗുപ്തനെ കൊന്നവരെ കണ്ടുപിടിച്ചു തരാമെന്ന്. ഏതാ ഞാൻ വിശ്വസിക്കണ്ടേ? അടുത്ത വല്ലപ്പോഴും ആണെങ്കിലും ഇങ്ങോട്ടൊക്കെ ഒന്ന് വരണം. മനുഷ്യന്മാരായാല് ചോദിക്കാനും പറയാനും ഒക്കെ ആരെങ്കിലും ഒക്കെ വേണ്ടേ? താങ്ക് യു. അടുത്ത ജയ സിനിമ എല്ലാവരും കണ്ടല്ലേ? ജയ. അപ്പൊ അതില് കുടശനാട് കനകം, ബേസിൽ ജോസഫിന്റെ അമ്മയായിട്ട് വന്ന് കുടശനാട് കനകം പുള്ളിക്കാരത്തിന്റെ വോയിസ് ഒന്ന് ചെയ്യാൻ ശ്രമിക്കും. കേൾക്കണം കേട്ടു. അടിയൊന്നും അല്ല, ചവിട്ട്. മനുഷ്യനെ ഇങ്ങനെ എടുത്തിട്ട് ചവിട്ടു. ഇവിടുന്ന് ചവിട്ട് വന്ന ചെറുക്കം പോയി ഇവിടെ ഈരാടെ പറമ്പില്ല, അവിടെ നിന്ന് ഇറക്കി എടുത്തോണ്ട് വേണ്ടത്. ഈ ചെറുക്കനൊരു കിഴങ്ങനായി പോയോണ്ടില്ല.
വേറെ വലിയൊരു ആണെങ്കിൽ ഇതുവരെ നടക്കും. താങ്ക് യു. നല്ല അടിപൊളിയായിരുന്നില്ല നമ്മുടെ ഈ ചേട്ടൻ്റെ മിമിക്രി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ദേ അജുകൂട്ടൻ നമ്മുടെ കല്യാണ ചെറുക്കനെ സീറ്റിൽ കയറി ഇരിപ്പുണ്ട് കേട്ടോ. ഇപ്പം അക്ഷയ് എത്തും. അക്ഷയ് റെഡിയായി വന്നു. കല്യാണത്തലേന്ന് ഹൽദി പോലെയാണോയെന്ന് വെച്ചാൽ അങ്ങനെ അത്ര വലിയ സംഭവമൊന്നുമില്ല. എന്ന് വെച്ചാൽ മഞ്ഞൾ കല്യാണം അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് കാര്യങ്ങൾ, പിന്നെ ഒരു അത്രയൊക്കെ ഉള്ളൂ പരിപാടികൾ. അല്ലാതെ വേറെ ഒന്നുമില്ലായിരുന്നു കേട്ടോ. മധുരം കൊടുക്കുന്ന ചടങ്ങ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കറിയില്ല ഓരോ സ്ഥലത്തോട്ട് ഓരോ ചടങ്ങുകളാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ കാണാനൊക്കെ. ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും. ഇനി കുറച്ച് ഈ കേക്ക് കട്ടിങ് കഴിഞ്ഞ ഡാൻസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഉള്ളൂ പരിപാടികൾ. അപ്പോൾ നമ്മുടെ ടീം മൊത്തത്തിൽ അവിടെ അക്ഷയ അടുത്ത് പോയി ഫോട്ടോ എടുപ്പ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഫുഡ് കഴിക്കുക, എല്ലാവരും റൂമിലേക്ക് പോവുക. ഞാനും അജുവും കൂടെ നേരത്തെ പോയി റൂമിലോട്ട്. എന്താണെന്ന് വെച്ചാൽ അജു ഭയങ്കര ടയേർഡായിരുന്നു. അപ്പം ഞാനും അജുവും കൂടെ പോയി. നമ്മുടെ പിള്ളേർ സെറ്റും എല്ലാവരും പോയിട്ടോ. കുട്ടികളൊക്കെ ഭയങ്കര ടയേർഡല്ലായിരുന്നു. ഡാൻസും കളിച്ച് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു അവരെയും കൊണ്ട് പോയേക്കാമെന്ന്. രാവിലെ ഇതുപോലെ നേരത്തെ കല്യാണത്തിന് എത്തേണ്ടതല്ലേ. അപ്പം ഞാനിതൊരു 2 വീഡിയോ ആയിട്ട് ഇട്ടിടുന്നത്. കാരണം കുറച്ചധികം ലെങ്ത് ഉണ്ട്. നമ്മൾ കോഴിക്കോട് കറങ്ങാൻ പോയ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പം എല്ലാം കൂടെ ഇതിനകത്ത് പറ്റത്തില്ല, കുറച്ചുകൂടി ഭയങ്കര ലെങ്ത് ഉണ്ട്. അപ്പോൾ ഞാനതൊരു 2 വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അക്ഷയ് നമ്മൾക്ക് ഭയങ്കര ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. നമ്മളെപ്പോൾ എന്ത് കാര്യത്തിന് വിളിച്ചാലും പുള്ളി നോ പറയത്തില്ല. അതുപോലെ തന്നെ അവനെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ അവൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ ലൈഫ് ഭയങ്കര സന്തോഷമാവട്ടെ, ലൈഫിൽ മുഴുവൻ സന്തോഷങ്ങളുണ്ടാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ദേ ഇവരുടെ ഡാൻസും കാര്യങ്ങളും പരിപാടികളൊക്കെയാണ്. നമുക്ക് എന്തായാലും അത് കണ്ടു നോക്കാം.